അപ്പോഴത്തേ ഇന്നലെ വന്ന് ഈ പമ്പിലാണ് കിടന്നുറങ്ങിയത്. ഏതാണ്ടോ ഈ ബായിയൊക്കെ നമ്മളെ വിളിച്ച് ഫുഡൊക്കെ തന്നു കേട്ടോ. വൈകിട്ട് ഫുഡൊക്കെ തന്നത് ഈ ബായിയാണ്. അപ്പോൾ രാവിലെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ബൈ ചാരെ. ഓക്കെ, ശുക്രിയ ജി. ഓക്കെ. ആ, അപ്പോഴത്തെ ഇവിടെയാണ് നമ്മൾ കിടന്നുറങ്ങിയത്. കുഞ്ഞി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പെടിഗിരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പല്ലൊന്നും വയ്യാത്തതുകൊണ്ട് വല്യമ്മ വലിയ പതിയാണ് കഴിക്കുന്നത്. കഴിച്ചു വെടിഗിരിയൊക്കെ തിന്നുകൊണ്ടിരിക്കുക രാവിലെ. നല്ല പുതിയ വെടിഗിരി വാങ്ങിച്ചതാണ്. ഇത് ഒരു വേബ്രിഡ്ജാണ് കേട്ടോ അദ്ദേഹം തൊട്ടപ്പുറത്ത്. പിന്നെ ഈ തടിയുടെ മില്ലാണിത്. ഇത് സോമില്ലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡിലിങ്ങനെ നമ്മൾ കിടന്നുറങ്ങി. ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ടെൻ്റ് അടിച്ചൊന്നുമില്ല കേട്ടോ, ചുമ്മാ പാവിരിച്ച് കിടന്നുറങ്ങി. നമുക്ക് സേഫായിട്ടുള്ളിടത്ത് നമ്മൾ ടെൻ്റ് അടിക്കാറില്ല. ഇവിടെ അടിപൊളി സേഫായിരുന്നു. ഇത് ഹൈവേയിൽ നിന്ന് ഇച്ചിരി അകത്തോട്ട് കയറിയാണ് കേട്ടോ ഈ പമ്പ്. അതുകൊണ്ട് അത് എന്താ ശ്വാനകുമാരന്മാർ ഓടി നടക്കുന്നുണ്ട്. ഈ ഹൈവേയുടെ ഇച്ചിരി അകത്തോട്ട് കയറിയുള്ള പമ്പാണ്. അപ്പോൾ ഇൻഡീസൽ എന്നുള്ള കമ്പനിയുടെ പമ്പാണ് ഇത്. നമ്മുടെ അങ്ങോട്ടും കിട്ടും ഇൻഡീസൽ. അപ്പോൾ ഇൻഡീസൽ കമ്പനി പതിയെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ യാത്ര പോവുകയാണ് നമ്മുടെ ഷിരൂർ സൈഡിലോട്ട്. ഗംഗാവാലിപ്പുഴയുടെ സൈഡിൽ കൂടിയുള്ള യാത്രയാണിനി. അപ്പോൾ അതൊരു ഇന്ന് അവിടെ എത്താൻ പറ്റില്ല. നാളെയൊക്കെ ആയിട്ടേ എത്തത്തുള്ളൂ. ഇനി ഒരു 72 കിലോമീറ്റർ കൂടെ ഇവിടെ നിന്ന് യാത്ര ചെയ്യാനുണ്ട്. ഒരു തീറ്റയൊക്കെ കഴിഞ്ഞ് വേണ്ട 4 എണ്ണം തിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വയറ് നടന്നു. ഇനി അത് മുഴുവൻ ഞാൻ തിരിച്ചു കയറ്റണം. അപ്പം ഞാനിത് തിരിച്ചു കയറ്റാം കേട്ടോടി. കുഞ്ഞേ തിരിച്ചു കയറ്റിയോ കേട്ടോ. ഓക്കെ. അപ്പോഴത്തെ സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്. ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ഇന്നലെ വൈകിട്ട് മഴ പെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ പെയ്തില്ല, ദൈവാനുഗ്രഹം. അതുകൊണ്ട് ഇറങ്ങുകയാണ്. സൂര്യനൊക്കെ ഉദിച്ച്. അപ്പോൾ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾ സാധാരണ യാത്ര തുടങ്ങാറുള്ളൂ. പക്ഷേ രാത്രി വൈകിയാണെങ്കിലും കിടക്കാൻ സ്ഥലം കിട്ടുന്നിടം വരെ നമ്മൾ ചവിട്ടാറുണ്ട്. ഇന്നലെ 8:30 വരെ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഒരു 11 മണി 12 മണിയായി കിടന്നപ്പം. ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ്. ഇത് വേബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ധാരാളം ഡ്രൈവർമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കിടന്നുറങ്ങി. അപ്പോൾ ശരി, രാവിലത്തെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുവാണ്. പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി നമ്മളിനിയിപ്പം കുറച്ച് ദൂരം ചെന്നിട്ട് കാപ്പി കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു. കാരണം നല്ല ദൂരം ഇന്നലെ സൈക്കിൾ ഓടിയായിരുന്നു. ഏകദേശം 36 കിലോമീറ്റർ സൈക്കിൾ ഓടി. അതിൻ്റെ ഒരു നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ രാവിലെ പരിപാടി തുടങ്ങുവാണ് നമ്മുടെ യാത്ര, കേരള ടു കാശ്മീർ. എല്ലാവർക്കും നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ഒന്ന് മൂടായി പറഞ്ഞാൽ ഇച്ചിരി സമയമെടുക്കും. കുറച്ച് ദൂരമൊക്കെ ചവിട്ടിയാലേ ഉള്ളൂ ആ മൂട് കയ്യിലോട്ട് വരത്തുള്ളൂ. രാവിലെ തന്നെ ഒരു മാതാവിൻ്റെ പള്ളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര്
ബ്രാഹിമാവർ. ഈ പള്ളിയുടെ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ ശരിയല്ല. കുർബാനമെല്ലാം നടക്കുന്നുണ്ടോയെന്നറിയില്ല. മനോഹരമായൊരു പള്ളിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് പോകാം. അപ്പോൾ 1888 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പള്ളിയാണിത്. ബ്രാഹ്മാവർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തോലിക്ക പള്ളിയാണ്. ഇത് കത്തീഡ്രൽ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പള്ളി കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തില്ല, അത് ശരിയല്ലല്ലോ എന്നോർത്ത്. അപ്പം മാതാവിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ്. വളരെ മനോഹരമായ ഒരു പള്ളി. ശരിക്കും കേരളത്തിലെ ഒരു പള്ളി വന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ്. കാരണം സൈഡിൽ തെങ്ങും മാവും ഒക്കെ ആയിട്ട് ഉള്ള ഒരു പള്ളി. സെയിം നമ്മുടെ അവിടുത്തെ ഒരു കോമ്പൗണ്ടാണ്. ഇത് കണ്ടോ, ഒരു സ്കൂള് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂള്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു അതിമനോഹരമായ കൽവിളക്ക് വച്ചിരിക്കുന്നത് കാണാം. സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1988. പ്രത്യേകമായി തോന്നിയത് ഇത് കണ്ടോ, ഈ ഒരു വാതിലാണ്. എത്ര മനോഹരമായിട്ടാണ് ആ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് നോക്കി. പ്രാവ് കയറിയിരിക്കാതിരിക്കാൻ വലയൊക്കെ ഇട്ടിട്ടുണ്ട് മേളിലെ ഡിസൈനുകളിൽ. അപ്പോഴത്തെ ഹോളി ഫാമിലി പള്ളിയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ അങ്ങേ സൈഡിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്കൂളിൽ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി, ആ സമയമാണ്. അപ്പോൾ അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് SH കോൺവെൻ്റൊക്കെ. അന്തോണീസ് പുണ്യാളൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ ഒക്കെ രൂപങ്ങളാണ് പള്ളിയുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ഒരു വലിയ രൂപം പള്ളിയുടെ മുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. കുന്താപ്പൂർ റോഡ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കർണാടകയിലെ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണെന്ന് തോന്നുന്നു. അശോകസ്തംഭം വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ വളരെ മനോഹരമായ ഹൈവേയിലൂടെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. NH 66. അപ്പോഴത്തെ ഹൈവേയിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മളിവിടെ ഒന്ന് ഇറങ്ങിയതാണ്. കുഞ്ഞിനെയൊക്കെ ഒന്ന് നടത്താൻ വേണ്ടി. ഒക്കെ അവളെ തുടലൊന്നും ഇട്ടിട്ടില്ല. വല്ല പട്ടി വന്നാൽ ഓടി പട്ടിയുടെ കൂടെ പൊക്കോളും. കുഞ്ഞി വാ, ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച്. അവൾ ഇവിടെയൊക്കെ പണ്ടുണ്ടായിരുന്ന ഏതോ കടയും സംഭവങ്ങളൊക്കെ ആയിരുന്നു, ഗോഡൗണോ കാര്യങ്ങളൊക്കെ. ഹൈവേ വന്നപ്പോഴത്തേനും അതൊക്കെ നിർത്തിപ്പോയതാണ്. അപ്പോഴത്തെ ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്ന് ഇപ്പോൾ ഒരു 10-20 കിലോമീറ്റർ ചവിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മാറാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. നോക്കിയില്ല എത്ര കിലോമീറ്റർ ആയെന്ന്. ഒരേ റോഡായതുകൊണ്ട് ചുമ്മാ ചവിട്ടി പോയാൽ മതി. ഇത് കണ്ടോ, ഹൈവേ ഇങ്ങനെ നീണ്ടു തുറന്ന് പോവുകയാണ്.
അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഒരുത്തി പുല്ലൊക്കെ തിന്ന് നടക്കുന്നു. എടി ഇപ്പോൾ ഒരു പണിയില്ല അല്ലേ? ഇങ്ങ് പോകുമ്പോൾ മീൻ വാങ്ങിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പുല്ല് തീറ്റ തന്നു. ഇതെല്ലാം നമ്മൾ കുത്തിയിരിക്കും. ഇനി നമുക്ക് വാങ്ങിക്കാനുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞി ആ ചെയിൻ്റെ അടിയിൽ പോയി കയറും, മുഴുവൻ ഗ്രീസും പറ്റിക്കും, എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അടിയും കൊള്ളും. ഇത് തന്നെ നിൻ്റെ പരിപാടി അല്ലേ? ഒരു ചെറിയ മടക്കുന്ന ചെയർ വാങ്ങിക്കണം. ആ ഒരു സാധനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേനും സുഖമായിട്ട് ഒന്ന് ഇരിക്കാൻ പറ്റും. ഇതിപ്പോൾ തണൽ നോക്കി പോകുമ്പോഴത്തേനും ഇരിക്കാൻ സ്ഥലം കാണിയതാ. പിന്നെ വലിയ കല്ലും കട്ടയൊക്കെ പിറക്കി നടക്കേണ്ടി വരും. എന്തൊരു കഷ്ടാടി നിന്നെക്കൊണ്ട്, എന്തൊരു കഷ്ടാടി നിന്നെക്കൊണ്ട് എന്തൊരു കഷ്ടാടി. നിൻ്റെ തോന്നിയാസാണോ ഇവിടെ നടക്കണം? നിൻ്റെ തോന്നിയാസാണോ? എന്ത് എതിരെ പോയി? രണ്ട് നടക്കുന്നു തോന്നിയാസി. എവിടെ ചെന്നാലും നിൻ്റെ കളർ. ഇങ്ങോട്ട് വാ, അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുവോ കിടക്കുവോ എല്ലാം ചെയ്യും. 1 മണിക്കൂർ കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആണ്ട് കിടക്കും. മനുഷ്യ നാണം കെടുക്കും ഈ പെണ്ണ്. ഇവിടെ വല്ലതും ഒന്ന് കുത്തിയിരിക്കാം. നല്ല തണുപ്പുണ്ട്, നല്ല തണലുമുണ്ട് അല്ലേ? ഡീ നീ വന്നേ. ഇനിയൊരു അഭ്യാസമുണ്ട്. 2 തുമ്മൽ ചീറ്റൽ ഒക്കെയാണ്. അഭ്യാസി. ഞാനിവിടെ ഇരിക്കുക, നീ ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ടോ? അഹങ്കാരിപ്പെണ്ണ പാല് കുലിക്കടി. ഒന്നുകൂടെ കുലിക്കിയേ. അതെന്നതാ, ഒന്നുകൂടെ കുലിക്കിയേ. എടി ആ വാലൊന്ന് കുലിക്കുക. കുഞ്ഞി ആ വാലൊന്ന് കുലിക്കിയേ. കുലിക്ക്, ഒന്നുകൂടെ കുലിക്ക്. അത് മതി. നീ അത്രയും കുലിക്കാൻ മതി. ഒരുപാട് കുലിക്കാൻ ചിലപ്പോൾ ആ വാല് പറഞ്ഞു പോയെന്നിരിക്കും. ആ വാലാലാ നീ ബാലൻസ് ചെയ്ത് നടക്കുന്നതെന്ന് എനിക്കറിയാം. ഡീ അവിടെ ഇരുന്നോ. അപ്പോൾ കുറച്ച് നേരം വണ്ടി എണ്ണിയിരിക്കാം. അതിനിടയ്ക്ക് 2 വീഡിയോയും എഡിറ്റ് ചെയ്യാം. അപ്പോൾ ശരി, വാ. ഈ വരുന്ന വഴിയിൽ കർണാടകയിലെ ഏറ്റവും ഒരു വൃത്തികെട്ട പരിപാടി ഞാൻ കാണിച്ചു തരാം. അതായത് മറ്റൊന്നുമല്ല, എല്ലാ വണ്ടിക്കാരും പറയുന്ന സെയിം പരിപാടി. റോങ് സൈഡ് കയറി വരിക. അത് എന്നിട്ടാ സൈഡിലോട്ട് മാറ്റുമോ, സൈഡ് തരുമോ ഇല്ല നമുക്ക്. ഒരു സൈക്കിളാണ് വരുന്നത്, ഇത് അവൻ്റെ സൈഡിലല്ല അവൻ പോകുന്നു എന്നുള്ള ഒരു ചിന്തയില്ല. വന്നു കഴിഞ്ഞാൽ റോങ് സൈഡ് തന്നെ വണ്ടികൾ വരിക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് അവന് എന്നാൽ മണ്ണിലോട്ടൊന്ന് ഇറക്കിയിട്ട് പോവുക. അത് ചെയ്യുകയില്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന ആൾക്കാരെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ വേറെ ഒരു സ്റ്റേറ്റിലും ഇതുപോലത്തെ പരിപാടി കണ്ടിട്ടില്ല. റോങ് സൈഡ് കയറി വരും, എന്നിട്ട് നമ്മൾ മാറ്റിക്കണം. നമ്മൾ വഴിയുടെ നടുക്കോട്ട് പോയിട്ട് നമ്മൾ അവിടെ പോയി തട്ടിപ്പൊക്കണം. വേണ്ടി വരുന്നു ഫസ്റ്റ് വണ്ടി. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിക്കത് കേട്ടോ. വരുന്ന വരവ് കണ്ടോണം. അവൻ സൈഡ് തരികയല്ല. അവന് മണ്ണിൻ്റെ ഒക്കെ ഇറങ്ങി അവൻ്റെ വണ്ടി ടയർ ഇതാണ്. ഇവരവിടെ പോയിട്ട് തിരിച്ചു വരേണ്ടവരാ. അപ്പോൾ നമ്മൾ കുന്താപ്പൂരിൽ നിന്ന് ഉച്ച കഴിഞ്ഞത്തെ യാത്ര ആരംഭിക്കുവാണ്. ഇവിടെ തൊട്ടടുത്ത ടൈലിൻ്റെ, അതായത് ഓടിൻ്റെ ഒക്കെ ഒരു ഓട്ട് കമ്പനിയാണ് കേട്ടോ. ഈ കാണുന്നത് കണ്ടോ, ഒരു ഓട്ട് കമ്പനി കാണുന്നത് കണ്ടോ. പണി നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു 4-5 തട്ടുകളായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ താഴെയുണ്ട്, കുഴിയിലുമുണ്ട്. ആ ഓട്ട് കമ്പനിയൊക്കെ കണ്ടിട്ട്, കുന്താപ്പൂർ ഓട്ട് കമ്പനി, കുന്താപ്പൂർ ഓട്ട് കമ്പനിയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞത്തെ യാത്ര ആരംഭിക്കുകയാണ്. കൊല്ലൂർ നദിയുടെ മുകളിൽ നിൽക്കുകയാണ് ഞാനും കുഞ്ഞിയും നമ്മുടെ സൈക്കിളും. ഓക്കെ,
അപ്പം നമുക്ക് നേരെ ഷിരൂർ, ഈ വലിയ പാലം കയറി ഷിരൂർ. കാറ്റ് പിടിക്കുന്നുണ്ട്. ഇതിങ്ങനെ വണ്ടി ഇട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അടിയിൽ കൂടെ കാറ്റ് കയറി ഇറങ്ങിക്കോളും. നാലും വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ത്രാസി കടപ്പുറം കടപ്പുറമൊന്നും കാണിക്കണ്ട, ഞാൻ നീണ്ടു തുറന്ന് കിടക്കുന്ന കടപ്പുറം. ത്രാസി കടപ്പുറം കിടക്കുന്ന കണ്ട, സൂര്യനെ അസ്തമിക്കാൻ പോവാണ്. കണ്ടോ, പുറകോട്ടൊക്കെ നോക്കിയാൽ കാണാം. കല്ല് ഇറക്കിയിട്ടേക്കാണ്, വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ത്രാസി കടപ്പുറം. അറബിക്കടലിൻ്റെ ഒരു ഭാഗം. ഇതുപോലെ കല്ലിലൂടെ ആൾക്കാർക്ക് ഇറങ്ങി പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ എവിടെയൊന്നും ഇത് അനുവദനീയമല്ല. ഇറങ്ങി പോകുന്ന അന്നേരം വിസിൽ പിടിച്ചുകൊണ്ട് കുറേ പേര് അവിടെ കാണും. അതാണ് നമ്മുടെ അവിടെ ടൂറിസം വികസിക്കാത്തത്. ടൂറിസം വികസിക്കണമെങ്കിൽ അതിന് ഫ്രീഡം കൊടുക്കണം. ഇതുണ്ടോ, കല്ലിട്ടിട്ട് മണൽ, എല്ലാവർക്കും പോയി ഫോട്ടോ എടുക്കാം. ചാകുന്നവൻ ചാട്ടന്നേ, അങ്ങനെ പോകുന്നവനല്ലേ പോയി ചാകത്തു. ശരിയാക്കി പോകുന്നവർ ആരും ചാകുന്നില്ലല്ലോ.